Good morning, all. Good morning. ഗുഡ് മോർണിംഗ്. Thank you. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സൂസൻ മാം ആണ്. മാം റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. മാമിനെ വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. Thank you very much, Sajna ma'am. Good morning, all of you. ഇന്ന് April 29 മോർണിംഗ് സർക്കിളിന്റെ 347ാമത്തെ ദിവസം. ഇന്നിവിടെ ഒരു സെഷൻ എടുക്കാനായിട്ട് ഒരു അവസരം ലഭിച്ചതിനായിട്ട് ആദ്യമായി സർവേശ്വരന് നന്ദി പറയുന്നു. അതുപോലെ വിംബിൾ അക്കാഡമിയോടും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്നതിനായിട്ടും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നിവിടെ ഈ സെഷനിൽ വന്നു ചേർന്നിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഈ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യും. നമുക്ക് ആദ്യം ഒരു കഥയിലൂടെ ഈ സെഷനിലേക്ക് പ്രവേശിച്ചാലോ? എല്ലാവരും കഥ കേൾക്കാൻ റെഡിയല്ലേ? ഓക്കെ, ഗുഡ്. ഓക്കെ, ഒരു വർക്കിംഗ് പ്രൊഫഷണലിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അവരുടെ പേര് അനു എന്നായിരുന്നു. വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അതുപോലെ കഠിനാധ്വാനത്തിലൂടെ മുന്നോട്ട് വരണമെന്നും, അതായത് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കണമെന്നും, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൂടുതൽ ഏറ്റെടുത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രൊമോഷനൊക്കെ ലഭിച്ച് മുന്നേറണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ കഠിനാധ്വാനത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പുള്ളിക്കാരി ഏറ്റെടുത്തു. അപ്പോൾ ഓഫീസിലുള്ള എല്ലാവർക്കും അവള് വളരെ പ്രിയപ്പെട്ടവളായിരുന്നു. കാരണം എന്ത് കൊടുത്താലും കൊളീഗ്സിനാണെങ്കിലും മാനേജ്മെന്റിനാണെങ്കിലും ഒക്കെ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. കാരണം മറ്റുള്ളവരെയും സഹായിക്കും, ആ കൂട്ടത്തില് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊടുത്താൽ അതൊക്കെ ചെയ്യുന്ന നല്ല പ്രവൃത്തി കാഴ്ചവെക്കുന്ന ഒരാളായിരുന്നു. ഈ തിരക്കിനിടയിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുമ്പോൾ കൂടുതൽ സമയം ആവശ്യം വരുമല്ലോ. അപ്പൊ ലേറ്റ് ആയിട്ടായിരുന്നു ജോലി കഴിഞ്ഞൊക്കെ വരുന്നത്. അപ്പം അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് തീരെ ടയർഡായിട്ട് കിടക്കും. രാവിലെ എഴുന്നേറ്റ് വീണ്ടും ജോലിക്ക് പോകും. അപ്പോൾ വീട്ടുകാരുമായിട്ടും കൂട്ടുകാരുമായിട്ടും ഒന്നും സമയം സ്പെൻഡ് ചെയ്യാൻ അവൾക്ക് സമയം ഉണ്ടായിരുന്നില്ല. അവരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തെങ്കിലും തീരെ സമയമില്ല എന്നുള്ള ഒരു ഇതില് കൂടുതൽ ഫോക്കസ് ചെയ്തത് ഈ ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയി. അവളുടെ പ്രയത്നത്തിന് തീർച്ചയായിട്ടും പ്രതിഫലവും കിട്ടി. കാരണം അവൾക്ക് പ്രൊമോഷനൊക്കെ കിട്ടി, വലിയ സന്തോഷമായി. ഈ സന്തോഷം കൊണ്ട് വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും അമ്മ വലിയ ഒരു സങ്കട കടലാണ്. അമ്മ പറഞ്ഞു, നിനക്കിപ്പോൾ എന്തു പറ്റി അനു? നിനക്ക് ഞങ്ങളെ പറ്റി ഒരു വിചാരവും ഇല്ല. ഞങ്ങൾ വിളിക്കുമ്പോൾ നീ ഫോൺ എടുക്കാറുമില്ല, യാതൊരു വിധത്തിലും കരുതുന്നുമില്ല. വലിയ സങ്കടമാണിത് കേട്ടോ, നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, നീ വല്ലാതെ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾക്ക് തീർച്ചയായിട്ടും സങ്കടമായി. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ അങ്ങനെയല്ല, ഞാന് നിങ്ങളെയൊന്നും അവഗണിച്ചതല്ല, പക്ഷേ ഈ ജോലി തിരക്ക് കാരണം ഇങ്ങനെ പറ്റുന്നതാണ് എന്നൊക്കെ പറയാൻ നോക്കി. പക്ഷെ അവര് ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു നോക്കി. അപ്പൊ അവര് ഇത് തന്നെ പറഞ്ഞു, ആ അനു, നീ ഇപ്പൊ വിളിക്കുന്നു, ഞങ്ങള് നിന്നെ വിളിക്കുകയും ഞങ്ങളുടെ ഓരോ കാര്യത്തിന് നിന്നോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുമ്പോഴും നീ ഞങ്ങളെ അവഗണിക്കുമായിരുന്നു. അപ്പോൾ അവരും അവരുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവരോട് ഇവിടെ സംസാരിക്കാൻ നോക്കിയിട്ടും അവർക്കും ഒരു ശ്രദ്ധ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവളിങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അവളിങ്ങനെ വിചാരിച്ചു, ശരിക്കും ഞാൻ കഷ്ടപ്പെട്ട് ഇത് നേടി, എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്ന പ്രൊമോഷനൊക്കെ ലഭിച്ചു, വളരെ സന്തോഷമാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ ഒരു സങ്കടം കൂടാണ് തോന്നുന്നത്, ഒരു എംപ്റ്റി ആയിട്ടൊരു ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. അങ്ങനെ അവള് ഭയങ്കര ഒരു സങ്കടത്തിലേക്ക് പോയി. അപ്പോൾ എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചത്? അനു എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഏരിയയിൽ അവള് അമിതമായിട്ട് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തു പോയോ? അപ്പോൾ ആ കഥ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ ഈ ടോപ്പിക് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ, ഡ്രിവൺ ഹൗ ഹ്യൂമൻ നേച്ചർ ഷേപ്സ് അവർ ചോയ്സസ് എന്നുള്ളതാണ്. ഇത് ഒരു ബുക്കിന്റെ പേരാണ്. ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് 2 ഹാർവാർഡ്
ബിസിനസ് സ്കൂൾ പ്രൊഫസേഴ്സ് ആണ്. അവരുടെ പേര് പോൾ ലോറൻസ് ആൻഡ് നിതിൻ നോറിയ. അതായത് നമ്മുടെ തീരുമാനങ്ങളുടെ പിന്നിലെ മനഃശാസ്ത്രത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അവർ ഈ ബുക്കിൽ പ്രതിപാദിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ജന്മസിദ്ധമായിട്ട് 4 ബയോളജിക്കൽ ആയിട്ടുള്ള ഫോഴ്സസ് ഉണ്ട്, ഡ്രൈവ്സ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഈ ഡ്രൈവ്സ് എന്ന് പറയുന്നത് ഡ്രൈവ് ടു അക്വയർ, ഡ്രൈവ് ടു ബോണ്ട്, ഡ്രൈവ് ടു ലേൺ ആൻഡ് ഡ്രൈവ് ടു ഡിഫെൻഡ് എന്നുള്ളതാണ്. ഇവരിതിൽ നിന്ന് ഒരു തിയറി തന്നെ ഡെവലപ്പ് ചെയ്തു. ആ തിയറിയുടെ പേരാണ് 4 ഡ്രൈവ് തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ വൈ ഡു വി ഡു വട്ട് വി ഡു, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈ ഡു വി ആക്ട് ദ വേ വി ഡു, ഇതൊക്കെ നമുക്ക് ഇതിലൂടെ, ഈ തിയറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ, ഈ ഡ്രൈവിനെ പറ്റി മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് എല്ലാവർക്കും ഈ 4 ഡ്രൈവ്സും ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ല, ഇത് 4 ഉണ്ട്. അതിനെ ബാലൻസ് ചെയ്ത് നന്നായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ചില സമയത്ത് ഈ ഡ്രൈവ്സ് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഒക്കെ വരും. അതായത് വർക്ക് എന്നുള്ളത് ഡ്രൈവ് ടു അക്വയർ ആണല്ലോ, അത് ചിലപ്പം ബോണ്ടിങ് എന്നുള്ളത്, ഡ്രൈവ് ടു ബോണ്ട് എന്നുള്ളത് ഫാമിലി, അപ്പം ഫാമിലി ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ സേഫ്റ്റി എന്ന് പറയുന്നത് ഡ്രൈവ് ടു ഡിഫെൻഡ് ആണ്. അത് ചിലപ്പോൾ നമ്മുടെ ഡ്രൈവ് ടു ലേൺ, അതായത് ഗ്രോത്തിനും അത് തമ്മിലും ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ആകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഡ്രൈവ്സ് തമ്മിൽ ഇംബാലൻസ് ആയാൽ അത് നമ്മുടെ ലൈഫിനെ നന്നായിട്ട് ബാധിക്കും, നെഗറ്റീവായിട്ട് ബാധിക്കും. അത് നമ്മൾക്ക് ഒരു സന്തോഷവും സമാധാനവും ഒന്നും തരാതെ ഒരു എംപ്റ്റീനെസ്സോ പ്രയാസങ്ങളോ ഒക്കെ ആയിരിക്കും തരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡ്രൈവ്സിനെ പറ്റി കൂടുതലൊന്ന് നോക്കാം, ഓരോന്നിനെ പറ്റിയും നോക്കാം. ഒന്നാമത്തെ ഡ്രൈവാണ് ഡ്രൈവ് ടു അക്വയർ. അതായത് നമുക്ക് നേടണം, മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഡ്രൈവ്. നമുക്ക് പല കാര്യങ്ങളും നമ്മൾ അക്വയർ ചെയ്യാനായിട്ട് നല്ലതായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുക. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? നമുക്ക് കാശ് വേണം, ഡെഫിനറ്റ്ലി, അല്ലേ? മണി, ഒരു വീട് വേണം, കാർ വേണം, പിന്നെ ഇനി അതല്ലെങ്കിൽ സ്റ്റേറ്റസ്, പവർ, ഇൻഫ്ലുവൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ആർജിക്കാനായിട്ട് ഡ്രൈവ് നമ്മളെ അതിലേക്ക് നമ്മളെ മോട്ടിവേറ്റഡ് ആയിട്ട് ഇറ്റ് വിൽ ഡ്രൈവ് അസ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നന്നായിട്ട് പ്രയത്നിക്കുകയും ചെയ്യും. സോ ഇതൊന്നും അക്വയർ ചെയ്തില്ലെങ്കിൽ, ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു പ്രോഗ്രസ്സും ഉണ്ടാവത്തില്ല, അല്ലേ? പക്ഷെ ഇത് ഓവർ ആയാൽ നമ്മുടെ പീസും ഹാപ്പിനെസ്സും ഒക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അനുവിന്റെ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ, അനു ഒരു പ്രൊമോഷന് വേണ്ടി നന്നായി പ്രയത്നിച്ചു, അവൾക്ക് നന്നായിട്ട് മുന്നേറണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് പ്രയത്നിച്ചു. പക്ഷെ ആ പ്രയത്നത്തിനിടയിൽ ചില കാര്യങ്ങളൊക്കെ അവള് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രയത്നിച്ചത്. കാരണം അതിൽ മാത്രമായിരുന്നു അവൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു സൈക്കോളജി കണക്ഷൻ നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ ഇവിടെ കണക്ട് ആകുന്നത് ഹെഡോണിക് ട്രെഡ്മിൽ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ട്രെഡ്മില്ലിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു ബേസ് ലൈനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്, നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവിടുന്ന് നമ്മൾ മാറുന്നില്ല, ബേസിൽ നിന്ന് മാറുന്നില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ, ഒരു വീട് മേടിച്ചു, കാർ മേടിച്ചു, അല്ലെങ്കിൽ പുതിയൊരു ഫോൺ മേടിച്ചു ഒക്കെ നമുക്ക് എന്ത് സന്തോഷമാണ് തോന്നുന്നത്. പക്ഷെ ആ സന്തോഷമൊക്കെ ഒരു ലെവൽ വരെ എത്തും, നല്ല ഒരു ലെവൽ വരെ എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് വിൽ കം ബാക്ക് ടു ദ ബേസ് ലൈൻ ആൻഡ് അവിടെ അത് റീസെറ്റ് ചെയ്യും. ഇത് നമ്മുടെ സങ്കടമുള്ള സമയത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ കൊണ്ടുവരും. പക്ഷെ അപ്പൊ അതന്നേരം താഴേക്ക് പോകും. പോയി ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ വീണ്ടും വിൽ കം ബാക്ക് ടു ദ ബേസ് ലൈൻ ആൻഡ് വിൽ ഗെറ്റ് റീസെറ്റ് ദെയർ. അപ്പോൾ നമുക്ക് സന്തോഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നാൽ ആ സന്തോഷം അങ്ങനെ കൂടി അങ്ങ് പോകത്തില്ല. ഇറ്റ് വിൽ കം ബാക്ക് ടു ദ ബേസ് ലൈൻ. കാരണം ബ്രെയിൻ ഇങ്ങനെ ചോദിക്കും, വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഒരു ഓട്ടത്തിലായിരിക്കും, ആ ഒരു ചിന്തയിലായിരിക്കും നമ്മുടെ ബ്രെയിനും. അപ്പോൾ കൂടുതൽ കിട്ടിയാൽ നമ്മൾക്ക് സന്തോഷം കൂടുന്നു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ വേറൊരു കാര്യവും കൂടെ ഉണ്ട്. നമ്മൾക്ക് സക്സസ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷനും നമുക്ക് കൂടും. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി പരീക്ഷ എഴുതി, നല്ല മാർക്ക് കിട്ടി, ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം പരീക്ഷ എഴുതിയപ്പോൾ സെക്കൻഡ് റാങ്ക് ആയിപ്പോയി. അപ്പൊ ഈ കുട്ടിക്ക് ഡിസപ്പോയിന്റ്മെന്റ് അല്ലേ തോന്നുന്നത്?
കാരണം എന്താണ്? അവന്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അവന്റെ എക്സ്പെക്ടേഷൻ തന്നെ മാറിപ്പോയി. കാരണം അവന് ഫസ്റ്റ് റാങ്കിൽ കുറവൊന്നും അവന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഹി വാണ്ട്സ് ടു ഗെറ്റ് ദാറ്റ്, അല്ലെങ്കിൽ എനിക്ക് ഡിസപ്പോയിന്റ്മെന്റ് ആണെന്നുള്ള ഒരു അവസ്ഥയിലാണ് അവൻ പോകുന്നത്. സോ അപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചിന്തിക്കേണ്ടത്, നമ്മൾ അക്വയർ ചെയ്യാൻ മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ. ബിക്കോസ് ദാറ്റ് വിൽ നെവർ ബി ഇനഫ്. യു വിൽ നെവർ കം ടു എ സ്റ്റേജ് വെർ ഓക്കെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്, ഹാപ്പിയാണ്, മതി എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മുടെ ബ്രെയിൻ നമ്മളെ കൊണ്ടുവരില്ല. കാരണം പെട്ടെന്ന് തന്നെ അടുത്തതിലേക്ക് നമ്മളെ മുന്നോട്ട് വാട്ട് നെക്സ്റ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. സോ സക്സസ് വേണം, തീർച്ചയായിട്ടും വേണം, അതില്ലാതെ പറ്റില്ല. നമുക്ക് നല്ല ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ സക്സസ് വേണം. പക്ഷെ സാറ്റിസ്ഫാക്ഷനും ബിൽഡ് ചെയ്യാനായിട്ട്, ഹാപ്പിനെസ് ആൻഡ് പീസ് നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ ദാറ്റ് ഈസ് ഡ്രൈവ് ടു അക്വയർ. ഇനി അടുത്തതാണ് ഡ്രൈവ് ടു ബോണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും മറ്റുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാന്, നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാന്, നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടാകാന് ഒക്കെ വളരെ ആഗ്രഹമുണ്ട് അല്ലെ? കാരണം എന്താ? നമ്മുടെ അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവണം. നൺ ഓഫ് us, നമ്മൾ ആരും ഒരു ഒറ്റത്തുരുത്തല്ല. എല്ലാവർക്കും ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയാണ് ഇഷ്ടം. ഇതില്ലെങ്കിൽ നമ്മൾ മെന്റലി വീക്കായി പോവുകയും ചെയ്യും. So it is very important to form relationships and attachments because it gives us a sense of belonging. അതൊരു നല്ല സന്തോഷം നമുക്ക് തരികയും ചെയ്യും. അപ്പൊ അനുവിന്റെ കേസിൽ എന്താണ് ഇവിടെ പറ്റിയത്? അവൾക്ക് പ്രൊമോഷൻ കിട്ടി, അവൾക്ക് വലിയ സന്തോഷമായിരുന്നു. പക്ഷെ അത് ഷെയർ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം അവൾ വലിയ കാര്യമായിട്ട് ഓടി വന്നപ്പോഴേക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ വലിയ കംപ്ലൈന്റ് ബോക്സ് ആയിരുന്നു അവർ തുറന്നത്. കാരണം അവർക്ക് അതിനോട് അനുരൂപപ്പെടാൻ പറ്റുന്നില്ല. കാരണം ഇവളിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷം തന്നെ അവൾക്കൊരു എംപ്റ്റി ഫീലിംഗിലേക്കാണ് അവളെ കൊണ്ടുപോയത്. കാരണം ഷീ റിയലി നീഡഡ് സംബഡി ടു ഷെയർ ഇറ്റ് വിത്ത്. ബട്ട് അങ്ങനെയല്ല അവിടെ സംഭവിച്ചത്. അപ്പോൾ സൈക്കോളജിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ് കണക്ട്സ് ടു അറ്റാച്ച്മെന്റ് തിയറി. നമ്മളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, ഏറ്റവും കുഞ്ഞു വാവമാരായിരിക്കുമ്പോൾ തന്നെ നമ്മളെ ഒരു പ്രൈമറി കെയർ ഗിവറുമായിട്ട് നമ്മളൊരു അറ്റാച്ച്മെന്റ് ഫോം ചെയ്യും അല്ലെ? നമ്മളെ ഏറ്റവും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നന്നായി നമ്മളെ കരുതുന്ന ആരാണോ അത് അമ്മയായിരിക്കും മിക്കവാറും. അമ്മ, അച്ഛൻ, അങ്ങനെ ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും, കരയുമ്പോൾ ഓടി വന്ന് എടുക്കുന്നു, വാത്സല്യം തരുന്നു, അങ്ങനെയുള്ള സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് നമ്മളോട് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് നല്ലൊരു അറ്റാച്ച്മെന്റ് ആണ് ഉണ്ടാകുന്നത്. ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് ആണ് ദാറ്റ് ഗിവ്സ് us. അപ്പോൾ ആ ഒരു സെക്യൂർ അറ്റാച്ച്മെന്റിൽ കൂടി നല്ല കോൺഫിഡൻസ് അവർക്ക് ബിൽഡ് ആവും. പിന്നെ അത് വളരെ നല്ല ഒരു സെക്യൂർ അറ്റാച്ച്മെന്റിൽ കൂടി ആ കുട്ടി വളർന്നു വരുമ്പോൾ അതിന്റെ ഭാവി ജീവിതത്തിലും അത് അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോകും. അതേസമയത്ത് ആ കുട്ടിയെ നന്നായിട്ട് കരുതുന്നില്ലായിരുന്നു കരഞ്ഞാലും നോക്കാനും ശ്രദ്ധിക്കാനും ചിലപ്പോൾ നോക്കും ചിലപ്പോൾ ഇല്ല, അങ്ങനെയൊക്കെ ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടൊക്കെയുള്ള ഒരു രീതിയിലാണ് അതിനെ കരുതിയിരുന്നെങ്കിൽ അതൊരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് അവിടെ ഫോം ചെയ്യുന്നതും അത് ഭാവി ജീവിതത്തിലേക്കും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഒരു വീക്കായിട്ടുള്ള ഒരു ബോണ്ട് ആവുമ്പോൾ ഇൻസെക്യൂർ ഫീലിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്? ഒരാൾ നമ്മളെ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുമ്പോൾ അത് നമുക്കൊരു ഇമോഷണൽ സ്ട്രെങ്ത് ആണ് തരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് അനുവിന് തോന്നിയത്? ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, അവൾക്കൊരു ഇമോഷണൽ സ്ട്രെങ്ത് ഒന്നും അവിടെ ഫീൽ ചെയ്തില്ല. അപ്പോൾ കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മുടെ സക്സസ് ഒക്കെ വെറും എംറ്റി ആയിട്ട് നമുക്ക് തന്നെ ഒരു എംറ്റി ഫീലിംഗ് ആയിട്ട് മാറും. സോ സക്സസ് മാത്രമല്ല നമ്മൾക്ക് ആവശ്യം, വി നീഡ് പീപ്പിൾ ടു ഷെയർ ഇറ്റ് വിത്ത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, പ്ലീസ് തിങ്ക് ബാക്ക്, റിഫ്ലക്ട് ബാക്ക് ആൻഡ് തിങ്ക് ഓഫ് വൺ പേഴ്സൺ, തിങ്ക് ഓഫ് അറ്റ്ലീസ്റ്റ് എ ഫ്യൂ പീപ്പിൾ, ഓർ ഇനി അതല്ലെങ്കിൽ ഒരാളെങ്കിലും is there in your life who gives you emotional support. Definitely I know that you all have it. It is very important for us to keep our relationship and our connections safe and also protect that as well. അതായത് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പോകണം. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിനും ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്ങും അർത്ഥവും ഒക്കെ ഉണ്ടാകുന്നത്. ഇനി മൂന്നാമത്തേതാണ് ഡ്രൈവ് ടു ലേൺ. നമുക്ക് എല്ലാവർക്കും വളരണമെന്നുണ്ട് അല്ലെ? ഇംപ്രൂവ് ചെയ്യണം,
നല്ലതായിട്ട് നമ്മുടെ സ്കിൽസും നോളജും ഒക്കെ മെച്ചപ്പെടുത്തിയെടുക്കണം. അങ്ങനെയുള്ള അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കും. ഇപ്പൊ ഇവിടെ അനു നന്നായിട്ട് പ്രയത്നിച്ചല്ലേ, അവൾക്ക് കൂടുതൽ പഠിച്ചെടുക്കണം എന്നൊക്കെയുള്ള ഇതിൽ അവളുടെ സ്കിൽസും അവളുടെ നോളജും ഒക്കെ വളർത്തണം എന്നുള്ള ഒരു ഫീലിംഗ് അവൾക്കുണ്ടായിരുന്നു, ആ ഒരു തീരുമാനം അവൾക്കുണ്ടായിരുന്നു. ആ തീരുമാനത്തിൽ അതിനുവേണ്ടി കൂടുതലായിട്ട് നന്നായിട്ട് അവൾ പ്രയത്നിച്ചു. അതുകൊണ്ട് അവൾക്ക് കരിയറിൽ ഗ്രോ ചെയ്യണമെന്നുള്ള അതിനുവേണ്ടി അവൾ പ്രയത്നിച്ച കാരണം അവളെ അത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി അവൾ സക്സസ്സിൽ എത്തുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ് സൈക്കോളജിക്കലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? നമുക്കൊക്കെ നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റും, രണ്ടു തരം മൈൻഡ് സെറ്റിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. അതായത് ഫിക്സ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും. ഇപ്പൊ ഫിക്സ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ എന്താണ്, നമ്മൾ ഒരു പുതിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാനായിട്ടൊക്കെ മടിച്ച് നമ്മളിങ്ങനെ നിൽക്കും. എന്നെ കൊണ്ട് അത് പറ്റുമെന്ന് തോന്നുന്നില്ല, വെറുതെ ഇനി അതിനുവേണ്ടി ശ്രമിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഐ എം ഹാപ്പി, ഈ ആയിരിക്കുന്ന സ്ഥലത്ത് ഐ എം ഹാപ്പിയാ, ഇനിയിപ്പോ പുതിയ റിസ്ക് ഒന്നും എടുക്കണ്ട, പുതിയ കാര്യങ്ങളിലേക്കൊന്നും പോകാനൊന്നും വലിയ ശ്രദ്ധയൊന്നും എനിക്കിപ്പോൾ അതെടുക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ആ ഒരു ഗ്രോത്തിലേക്ക് പോകാതെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ നമ്മൾ അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകും. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണെങ്കിലോ, എനിക്ക് സാധിക്കും, എനിക്ക് നേടണം, അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കും, കഴിവുകളൊക്കെ ഡെവലപ്പ് ചെയ്യണം, എൻ്റെ സ്കിൽസും എല്ലാം എനിക്ക് ഡെവലപ്പ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു എനിക്ക് പറ്റും എന്നുള്ള ബിലീഫാണ് ആ ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ വരുന്നത്. ആ ബിലീഫ് മാത്രമല്ല, അതിനുവേണ്ടി അപ്പോൾ പ്രയത്നിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്, ലേണിംഗ് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗ്രോത്ത് അവിടെ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാകത്തില്ല. സോ നമ്മൾക്ക് അതുമൂലം കോൺഫിഡൻസ് കൂടെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ കോൺഫിഡൻസ് വരുന്നത് നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും, അതായത് നമുക്കൊരു ടാലന്റ് ഉണ്ടെങ്കിൽ അതിനെ പരിപോഷിപ്പിച്ചില്ലെങ്കിൽ, അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തില്ലെങ്കിൽ എന്താണ് പ്രയോജനം? നന്നായിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് സമൂഹത്തിന് നമ്മൾക്കും പ്രയോജനമുള്ളതായി തീരുന്നതിൽ നമ്മൾക്ക് മുന്നേറുവാനുമായിട്ടൊക്കെ സാധിക്കും. പക്ഷെ അതിന് ലേണിംഗ് തീർച്ചയായിട്ടും ഉണ്ടാവണം, അത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമുക്കൊന്നുകൂടെ നമ്മളിലേക്കൊന്ന് നോക്കി ഒന്ന് റിഫ്ലക്ട് ചെയ്ത് നോക്കാം. നമ്മളൊക്കെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി, ആർ വി റെഡി ടു ലേൺ ആൻഡ് അക്വയർ മോർ നോളജ് ആൻഡ് സ്കിൽസ്? ഒരു കംഫർട്ട് സോണിൽ അവിടെ അങ്ങ് സ്റ്റക്കായി ഇരുന്ന് പോകാതെ, വി ഹാവ് ടു ബി റെഡി ടു കം ഔട്ട് ഓഫ് അവർ കംഫർട്ട് സോൺ ആൻഡ് ബി ഏബിൾ ടു ഗ്രോ ആൻഡ് ഡെവലപ്പ്. സോ തിങ്ക് ബാക്ക്, ഹൗ ആർ യു മാനേജിങ് ദിസ് ഡ്രൈവ്? ഈ ഡ്രൈവ് ടു ലേൺ എന്നുള്ളത് നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുക. ആർ വി അവോയ്ഡിങ് ഡിസ്കംഫർട്ട് ഓർ ആർ വി ബിൽഡിംഗ് ഗ്രോത്ത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇനി നാലാമത്തേതാണ് ഡ്രൈവ് ടു ഡിഫെൻഡ്, അതായത് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അതൊരു ബേസിക് ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് അല്ലേ? നമ്മുടെ ബ്രെയിൻ തന്നെ അങ്ങനെയാണ്. ഏതൊരു ത്രെറ്റ് വരുന്ന സാഹചര്യത്തിലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മുടെ ബ്രെയിൻ ശ്രദ്ധിക്കുന്നത്, മറ്റുള്ള കാര്യങ്ങളിലല്ല. സോ എന്നാൽ ഇത് ഓവർ ആണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ഗുഡ്. സോ ഇവിടെ അനുവിന്റെ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ, ഫാമിലി അവളോട് പറഞ്ഞു, കംപ്ലൈന്റ് പറഞ്ഞു അല്ലേ, നിനക്ക് ഞങ്ങളെ പറ്റി ഒരു ചിന്തയില്ല, ശ്രദ്ധയില്ല, നീ ഞങ്ങളെ അവഗണിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അനു അവിടെ ഡിഫെൻസീവ് ആകാനാണ് ശ്രമിച്ചത്. ഉടനെ തന്നെ അവള് ചിന്തിച്ചത്, അവരോട് പറയാനാണ് നോക്കിയത് ഡിഫെൻസീവായിട്ട്, ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, അങ്ങനെയൊന്നും അല്ല, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞിട്ടാണ് എന്നുള്ളതൊക്കെ അവൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊക്കെ നോക്കി, ബിക്കോസ് ഷീ വെന്റ് ഇൻ ടു ദ ഡിഫെൻസീവ്. അപ്പൊ ഇവിടെ നമ്മുടെ സൈക്കോളജിയിൽ പറയുന്നുണ്ടല്ലോ, ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ്. നമ്മള് ഒരു ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഒന്നിൽ നമ്മൾ ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് എടുക്കും അല്ലെ? അപ്പൊ ഫൈറ്റ് ചെയ്താൽ പെട്ടെന്ന് നമ്മൾ ഒരു ആങ്കറിലേക്കൊക്കെ പോയേക്കാം അല്ലെ? പെട്ടെന്ന് ദേഷ്യപ്പെട്ട് നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്ത് അങ്ങനെയായിരിക്കും ചിലപ്പം ബിഹേവ് ചെയ്യുന്നത്. അതേ സമയത്ത് ഫ്ലൈറ്റ് ആണെങ്കിലോ നമ്മൾ അത് തന്നെ അവോയ്ഡ് ചെയ്ത് നമ്മൾ മിണ്ടാതിരിക്കുകയോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ ഒന്നിൽ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യും. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, എല്ലാ സിറ്റുവേഷൻസും ത്രെറ്റ് അല്ല. നോട്ട് എവറി ഫീഡ്ബാക്ക് ഈസ് ആൻ അറ്റാക്ക്. ഇപ്പം അനുവിന് ചിന്തിക്കാമായിരുന്നു, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ എന്നോട് പറയുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, she would have, if she was able to pause and think and respond rather than react, അപ്പോൾ അവൾക്കത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. സോ വി നീഡ് ടു റിമെമ്പർ ദാറ്റ് എല്ലാ സിറ്റുവേഷനും ഒരു ത്രെറ്റ് അല്ല, ആൻഡ് നോട്ട് എവറി ഫീഡ്ബാക്ക് ഈസ് ആൻ അറ്റാക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി
നമ്മൾ അതിൽ നിന്ന് ഒന്ന് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് തിങ്ക് ചെയ്ത് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ആണ്, റിയാക്ട് ചെയ്യുമല്ല, റെസ്പോണ്ട് ചെയ്യാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഡ്രൈവ് ടു ഡിഫെൻഡ് എന്ന് പറയുന്നത് അവിടെ ഉണ്ട്, അത് ഇല്ലാതിരിക്കില്ല. പക്ഷെ നമ്മൾ അത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, സമയമെടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഈ 4 ഡ്രൈവ്സ്, നമ്മളിപ്പോ 4 കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ? ഡ്രൈവ് ടു അക്വയർ, ഡ്രൈവ് ടു ബോണ്ട്, ഡ്രൈവ് ടു ലേൺ ആൻഡ് ഡ്രൈവ് ടു ഡിഫെൻഡ്. ഈ 4 കാര്യങ്ങൾ അനുവിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് വന്നതെന്ന് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് നമുക്ക് ഒന്ന് നോക്കാം അല്ലെ? അതായത് അനുവിന്റെ ഡ്രൈവ്സ് നോക്കിയാൽ ഡ്രൈവ് ടു അക്വയർ വളരെ സ്ട്രോങ് ആയിരുന്നു അല്ലെ? അതേസമയത്ത് ഡ്രൈവ് ടു ബോണ്ട് എന്ന് പറയുന്നത് വീക്കായി പോയി, കാരണം അതിന് വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല. ഇനി ഡ്രൈവ് ടു ലേണോ, ഷീ ഹാഡ് വെരി ഗുഡ് ഡ്രൈവ് ടു ലേൺ അല്ലെ? നന്നായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കാനായിട്ട് അവൾക്ക് പഠിക്കാനുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി നന്നായിട്ട് പ്രയത്നിച്ച് പഠിച്ചെടുത്തു പല കാര്യങ്ങളും. സോ ദാറ്റ് വാസ് ഓൾസോ ദർ. ഇനി ഡ്രൈവ് ടു ഡിഫെൻഡോ, യെസ്, ഡ്രൈവ് ടു ഡിഫെൻഡിന്റെ കാര്യത്തിൽ അവളൊരു റെസ്പോൺസ് ചെയ്യുന്നതിലേക്കാട്ടി കൂടുതൽ ഒരു റിയാക്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് അവൾ ചിന്തിച്ചു പോയത്. അപ്പൊ അതുകൊണ്ട് അവൾക്കൊരു സങ്കടം ആണ് വന്നത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? അവൾക്ക് സക്സസ് ഉണ്ടായിരുന്നു, പക്ഷെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. സോ ഇവിടെ പ്രോബ്ലം എന്താന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ഇംബാലൻസ് വന്നു. അപ്പൊ ആ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നുകൊണ്ട് അവളുടെ ജീവിതത്തിൽ അവൾക്ക് സമാധാനവും സന്തോഷവും ഒക്കെ ഒന്ന് അതിൽ കൂടി കിട്ടാൻ അവൾക്ക് സാധ്യതയുണ്ടായില്ല. മറിച്ച് ഒരു പ്രയാസവും സങ്കടവും ഒക്കെയാണ് അവൾക്ക് തോന്നിയത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ബാലൻസ് അവർ ഡ്രൈവ്സ്. സോ ദാറ്റ് ഈസ് എ സിമ്പിൾ ഫോർമുല. അതായത് ബാലൻസ് ഡ്രൈവ്സ് ഈക്വൽസ് ബാലൻസ് ലൈഫ്. നമ്മുടെ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഈ 4 ഡ്രൈവും നമ്മൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ വേണം. നമുക്ക് ഇതിന് ചേർത്ത് വേറൊരു ഉദാഹരണം കൂടെ നോക്കാം. രാഹുൽ എന്നൊരു കുട്ടി, അവനാണെങ്കിൽ ഒരു ആവറേജ്, അബവ് ആവറേജ് ആ ഒരു രീതിയിലൊക്കെ പെർഫോം ചെയ്യുന്ന കുട്ടിയായിരുന്നു. അപ്പൊ അവന്റെ സക്സസ് എന്ന് പറയുന്നത് മോഡറേറ്റ് ആയിരുന്നു. സോ ഡ്രൈവ് ടു അക്വയർ മോഡറേറ്റ് ലെവലിൽ തന്നെയായിരുന്നു. അവന്റെ ഡ്രൈവ് ടു ബോണ്ടോ, അത് അവൻ സ്ട്രോങ് ആയിരുന്നു, കാരണം ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നല്ല ബോണ്ടിങ് അവനുണ്ടായിരുന്നു. ഇനി ഡ്രൈവ് ടു ലേൺ ആണെങ്കിലും നന്നായിട്ട് അവന് കാരണം ഹി വാസ് വില്ലിംഗ് ടു ലേൺ ആൻഡ് ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. സോ ദാറ്റ് വാസ് ഓൾസോ നന്നായിട്ട് അവൻ കൊണ്ടുപോയി. ഇനി ഡ്രൈവ് ടു ഡിഫെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഹി വാസ് എ പേഴ്സൺ ഹു ഹാഡ് കാം റെസ്പോൺസസ്. വലിയ റിയാക്ഷനിലേക്കും അങ്ങനെ അഗ്രസീവ് അങ്ങനെയായിട്ടൊന്നും അല്ല പോയത്. ഹി വാസ് കാം. അപ്പോൾ ഈ 4 ഡ്രൈവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയത് കൊണ്ട് ഹി ഹാഡ് എ ഹാപ്പി ആൻഡ് പീസ്ഫുൾ ലൈഫ്. Whereas if you compare it with Anu's life, she had high success, പക്ഷെ ലോ ആയിട്ടുള്ള കണക്ഷൻസ് ആണ്, ഡ്രൈവ് ടു ബോണ്ട് ഒക്കെ അങ്ങ് താഴോട്ട് പോയി. അപ്പോൾ ദാറ്റ് ക്രിയേറ്റഡ് അൺഹാപ്പിനെസ് ആൻഡ് വലിയ നേട്ടവും ഒക്കെ ഉണ്ടായപ്പോഴും അതൊന്നും ഷെയർ ചെയ്യാനൊന്നും ആരും ഇല്ലാതെ പോയിട്ട് അവൾക്ക് അതായത് ബാലൻസ് ചെയ്ത് ഒരു സന്തോഷത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. സോ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി, വി ഹാവ് ടു റിമെമ്പർ, വൺ പാർട്ട് ഓഫ് ലൈഫ് മാത്രമാണ്. ബാലൻസ് നമ്മുടെ ടോട്ടലി ഹോളിലേക്കാണ് കൊണ്ടുവരേണ്ടത്. ഈ 4 ഡ്രൈവും ബാലൻസ് ചെയ്ത് അവർ ലൈഫ് നീഡ് ടു ഗെറ്റ് ബാലൻസ് ഫോർ എ ഹാപ്പി ആൻഡ് പീസ്ഫുൾ ലൈഫ്. അപ്പോൾ കൺക്ലൂഷനിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏത് ഡ്രൈവാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. ഏത് ഏരിയയാണ്, ഏത് ഡ്രൈവാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ ഇഗ്നോർ ചെയ്യുന്നതും, ഈ 2 കാര്യവും തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു ഏരിയയിൽ ഒരു ഡ്രൈവിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് കൊണ്ട് മാത്രം പോയാൽ ആ ഡ്രൈവിൽ മാത്രമായിരിക്കും നമ്മൾ മുന്നോട്ട് എത്തുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ അത് ബാധിക്കുക തന്നെ ചെയ്യും. അപ്പൊ അത് നമ്മളോട് പറഞ്ഞു തരുന്നത്, ഈ 4 ഡ്രൈവ്സ് ഇത് നമ്മളെ നിയന്ത്രിക്കും, പക്ഷെ അതല്ല നിയന്ത്രിക്കേണ്ടത്. നമ്മൾക്ക് ഈ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ, ഈ 4 ഡ്രൈവ്സിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടെങ്കിലും, ഏത് ഡ്രൈവാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, കൂടുതലായിട്ട് അമിതമായിട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾക്ക് ആ ഒരു അവയർനെസ്സും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. സോ ഡ്രൈവ്സിനെ പറ്റി മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ ലൈഫ് ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാനും കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് നന്നായിട്ട് കൊണ്ടുപോകാനും നമ്മൾക്ക് സാധിക്കും. സോ ഇംബാലൻസ് ആവാതെ നമ്മുടെ ലൈഫിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്
ഇതിനെപ്പറ്റി മനസ്സിലാക്കുക, അറിയുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. മനസ്സിലാക്കിയിട്ട് ഏത് ഏരിയയിലാണ് നമ്മൾ കൂടുതലെന്നുള്ള വേണ്ടതായ അഡ്ജസ്റ്റ്മെന്റ് വരുത്തുക. കുറഞ്ഞതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. അതേസമയത്ത് ഓവറായി പോകുന്നതിൽ നമ്മൾ അവിടെയും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ബാലൻസിലേക്ക് തീർച്ചയായിട്ടും എത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അവയർനെസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും. സോ അങ്ങനെ നമ്മുടെ ഡ്രൈവ്സിനെയൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ഇപ്പോഴത്തെ ഈ സ്റ്റേജിൽ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് പറയുകയാണെങ്കിൽ അതൊക്കെ കേൾക്കാൻ സന്തോഷമായിരിക്കും അല്ലേ? ആൾക്കാർക്കും അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. അതുപോലെ ഇത്രയും നേരം ശ്രദ്ധയോടെ എന്നെ കേട്ടിരുന്നതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വെൽക്കമിങ് ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് യു. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് രഹന. സോറി, വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. താങ്ക് യു സോ മച്ച്. പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി ക്ലാസ് ആണ്. ഞാൻ കുറേ ദിവസത്തിന്റെ ഗ്യാപ്പിന് ഞാൻ ഇന്ന് കയറാറുണ്ടായിരുന്നു. കുറേ ദിവസത്തെ ക്ലാസ്സിന് ശേഷമാണ് ദിവസത്തിന് ശേഷമാണ് ഇന്ന് കയറാൻ പറ്റിയത്. ഡെഫിനറ്റ്ലി അറിയാതെ മൈക്ക് അൺമ്യൂട്ട് ആയിപ്പോയി. അത്രയും നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. ബിക്കോസ് മനുഷ്യരുടെ പെരുമാറ്റത്തെ നയിക്കുന്ന 4 പ്രധാന ഡ്രൈവുകൾ ഉണ്ട് എന്നുള്ളതും ഓരോന്നിനും ഈച്ച് അതർ കണക്റ്റഡ് ആണ് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് മാം മനസ്സിലാക്കി തന്നു. ചിലപ്പോൾ നമ്മൾ ഗ്രോത്ത് മൈൻഡ് എന്നുള്ളൊരു മെന്റാലിറ്റി വെച്ചിട്ട് ചിലപ്പോൾ ബാക്കിയുള്ള ഫാമിലി ട്രൈ ടു ബോണ്ട് ചിലപ്പം അവോയ്ഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. ബിക്കോസ് ഓഫ് ബിസി സ്കെഡ്യൂള് നമ്മളെ ഉയർച്ച എന്നുള്ള മാത്രമായിട്ട് ചിലപ്പോൾ നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് ആ സർക്കിളൊക്കെ ചിലപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഒക്കെ വരും. അപ്പോൾ മാമിന്റെ ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ 4 ഡ്രൈവ്സും ഈക്വൽ ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. എനിവേ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി. ചിലപ്പോൾ ഞാൻ ഏതോ ഒന്നോ രണ്ടെണ്ണത്തിലോ മാം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ലാക്നസ് വരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോ ഈ ക്ലാസ് കേട്ടപ്പം. എനിവേ താങ്ക് യു സോ മച്ച് മാം. Thank you, Rahana, for sharing that, and I'm really happy that it helped you reflect and think, and I wish you all the best. ബാലൻസ് ചെയ്ത് നന്നായിട്ട് പോകാനായിട്ട് സഹായിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് സൂസൻ മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മറ്റേ ഒരു ശ്രീനിവാസന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ഏത്? ചിന്താവിഷ്ടയായ ശ്യാമള. റൈറ്റ്. തീർച്ചയായിട്ടും. അതിനകത്ത് ശ്രീനിവാസൻ ഈ ഒരു ക്യാരക്ടറുള്ള ആളാണ്. ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അത് മാത്രം, ഫാമിലി വേണ്ട. അത് കഴിഞ്ഞ് കുറെ നാള് പഠിപ്പിക്കുക എന്ന് പറയും. അത് കഴിഞ്ഞ് എന്താണ് ശബരിമലക്ക് പോകും അല്ലെ? ശബരിമലക്ക് പോയപ്പം പിന്നെ അത് മാത്രം, വേറെ ഒന്നുമില്ല. അപ്പൊ അതാണ് ഏതെങ്കിലും ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ഒന്ന് മാത്രം ഫോക്കസ് ചെയ്യുക. ഒന്നുകിൽ എല്ലാം ഇട്ടിട്ട് ഒരു വഴിക്ക് പോവുക, അല്ലെങ്കിൽ പഠിത്തം മാത്രം. അങ്ങനെയാകുമ്പോ ഈ പറയുന്ന പോലെ മാം നേരത്തെ പറഞ്ഞ പോലെ സെലിബ്രേറ്റ് ചെയ്യാൻ ആളുണ്ടാവില്ല അല്ലേ? സക്സസ് ഉണ്ടായി, അത് സക്സസ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അത് പറയാനെങ്കിൽ ആരെങ്കിലും ഒരാൾ വേണം. അപ്പൊ ഇതിൽ പറഞ്ഞ പോലെ പ്രൊമോഷൻ കിട്ടിയാല് ഇപ്പം ഒരു മെയിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാനേജർ പറയാണ് പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞാല് നമുക്കത് കിട്ടുന്നതിനേക്കാൾ സന്തോഷം അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ്. അപ്പൊ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ ആള് വേണം. അപ്പം ഈ മാം പറഞ്ഞ 4 കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകുമ്പോഴാണ് ലൈഫ് കുറച്ചും കൂടെ നന്നാവുക. അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ നേടാൻ പറ്റും. എനിക്കത് പറയുമ്പോൾ ഒരു സിനിമയും കൂടെ ഓർമ്മ വരുന്നുണ്ട്. ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട്, ആസിഫ് അലി സൈജു കുറുപ്പ് ഒക്കെ ഉള്ള. ആസിഫ് അലിയും സൈജു കുറുപ്പൊക്കെ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കാരണം ഇവര് തെറ്റിപ്പിരിഞ്ഞു. അപ്പൊ അതിന്റെ ക്ലൈമാക്സിൽ ഈ സൈജു കുറുപ്പ് ആസിഫ് അലിയോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുമായിട്ട് ആ കടി കൂടി, ജീവിതത്തിലെല്ലാം നേടി, സമ്പത്ത് നേടി, ഒക്കെ നേടി, പക്ഷെ ഇപ്പൊ എനിക്ക് മിണ്ടാനൊന്നും ആരുമില്ല എന്നുള്ളത്. അപ്പൊ അതാണ് പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുക. അപ്പം എല്ലായാലും രഹനാമൻ പറഞ്ഞ പോലെ നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ഓർത്തിരിക്കല്ലേ, നമ്മള് പലപ്പോഴും ഇപ്പൊ നമ്മുടെ കേസ് ആണെങ്കിലും ട്രെയിനിങ്ങിന് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ വീട്ടിലുള്ളവരൊന്നും മറക്കരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. താങ്ക് യു മാം.
അതെ സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്. അതുപോലെ ഈ മൂവിയായിട്ട് കണക്ട് ചെയ്തുമ്പോഴത്തേനെ നമുക്കത് റിലേറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാവുകയും ചെയ്യും. സോ വെരി ഗുഡ്. ശരിക്കും ഇങ്ങനെ ചാടി 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 നമ്മൾ ഒന്നീന്ന് അടുത്തതിലോട്ട് ചാടി 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 ഈ മങ്കി മൈൻഡ് എന്ന് പറയുന്ന പോലെ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും, മറ്റേതൊക്കെ ശ്രദ്ധിക്കാതെ. അപ്പം അത് Correct. ശ്രദ്ധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സുസിൽ മാം. നല്ല സെഷൻ ആയിരുന്നു. വെറൈറ്റി ടോപ്പിക്കാണ്. ടെഹ്റ മാം ഒക്കെ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഇതൊരു റിമൈൻഡർ തന്നെയാണ് കേട്ടാ. കുറെ കാര്യങ്ങള് നമ്മള് ഇതുപോലെ മറക്കും. പലപ്പോഴും നമ്മളുടെ എന്താണ് ഇഷ്ടപ്പെട്ടവരും എല്ലാവരെയും വിളിക്കാനും അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് ചെയ്യാനും ഒക്കെ മറക്കും. നമ്മളുടെ റിലേറ്റീവ്സും ഇടയ്ക്ക് ഉണ്ടാവുമല്ലോ അതെ അവരെയൊക്കെ. അപ്പൊ ഇന്നാള് ഇതുപോലെ മുമ്പ് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോ അപ്പൊ ഞാൻ വിചാരിച്ചത് ഒരു ദിവസം 3 പേർക്കെങ്കിലും അങ്ങനെ എന്തോ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതെ, മെസ്സേജ് ചെയ്യാ വിളിക്കുന്ന കാര്യം, അല്ലെങ്കിൽ കോൾ മെസ്സേജ് ചെയ്യാ, വിളിക്കുക. റൈറ്റ്. അതിനെ കണക്ഷൻ അങ്ങനെ ഇതായി കൊണ്ടുപോകാന്നൊക്കെ ഉള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരക്കിൽ പെട്ടുപോകുമ്പോ പിന്നെയും നമ്മള് അത് മറക്കാണ് സത്യം പറഞ്ഞ. അതാണ്. അങ്ങനെ പിന്നെ ചിലപ്പോ കുറെ ദിവസത്തെ പിന്നീട് ഓർമ്മ വരുമ്പോ ആയിരിക്കും പിന്നെ അങ്ങനെ. എന്തായാലും ഇത് നല്ലൊരു റിമൈൻഡർ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. ആക്ച്വലി ഇത് വാട്ട് യു സെഡ് ഈസ് വെരി കറക്റ്റ്. നമ്മളെല്ലാം അങ്ങ് തിരക്കിനകത്ത് അങ്ങ് പെട്ടുപോകും. അപ്പൊ ആ തിരക്കിൽ പെട്ടുപോകുമ്പോഴത്തേന് ബാക്കിയുള്ള കാര്യമൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങ് പോകും. പിന്നീട് ഒരു സന്തോഷം ഇല്ലാതെ വരുമ്പോഴത്തേനാണ്, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ ഇത് മാത്രമാണല്ലോ ശ്രദ്ധിച്ചു പോയത് എന്നുള്ളത്. സോ ആ ഒരു റിമൈൻഡർ എപ്പോഴും നമ്മൾക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു റിമൈൻഡർ കിട്ടുമ്പം അതിന് വേണ്ടതായ ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ലൈഫിലേക്ക് ആ ബാലൻസ് കൊണ്ടുവരാനും എംപ്റ്റീനെസ് ഒക്കെ മാറ്റിക്കളഞ്ഞ് ബാലൻസ്ഡ് ആയിട്ട് ലൈഫ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഫീഡ്ബാക്ക്. ഗുഡ് മോർണിംഗ് എൻ്റെ മാം. ഒരു സോറി ആൻസർ സർ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഈ കരിയറിന്റെ തുടക്കത്തില് നമുക്ക് മാനേജറിനെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരിക്കുമല്ലോ. മാനേജറിനെ മാത്രമല്ല, നമ്മുടെ ഹോൾ ടീമിനെ. അപ്പം അതെ. നല്ലപോലെ വർക്ക് ചെയ്യും. ഈ ഒരു സമയത്ത് ഞാൻ ഈ 10 മണിക്കൊക്കെ ഓഫീസിൽ പോയിട്ട് 1 മണി വരെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അത് ശരി. രാത്രി. അത് പെട്ടെന്ന് വർക്ക് എങ്ങനെയും തീർക്കുക. നമുക്ക് അന്ന് അത്രയൊന്നും അറിയില്ല, ഒരുപാട് ടൈം എടുക്കും. അപ്പം വീട്ടിലേക്കും വിളിക്കില്ല, ആരും വിളിക്കില്ല. ഈ ഒരു സർക്കിളിനകത്ത് കിടന്നിങ്ങനെ ഒരു ചുഴിയാണത്. അതിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കും. പെട്ടിട്ട് അതെ, അതെ, കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിൽ അത് മാത്രമായിരിക്കും. ഈ രാത്രി 1 മണിക്ക് വന്ന് കിടന്നുറങ്ങുമ്പോഴും പിന്നെ പിറ്റേ ദിവസം രാവിലെ പോകുന്നതിനെ പറ്റിയും രാവിലെ ഒരു ഇഷ്യൂ കൂടെ ഫിക്സ് ചെയ്യാണ്ട് അതിനെ പറ്റിയൊക്കെയാണ് ചിന്തിക്കുക. അപ്പൊ അവസാനം എല്ലാം ചെയ്ത് കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക, ഒരു മെയിൽ കിട്ടും അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ നല്ലത് പറയും. അതിനപ്പുറം വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞു. അതോടെ മാം നേരത്തെ പറഞ്ഞ പോലെ ഹെഡോണിക് അഡാപ്റ്റേഷൻ അല്ലെ, ഹെഡോണിക് അതെ, ട്രെഡ്മിൽ. അതെ, അതെ, ഒരു ദിവസം ഉണ്ടാവും, 2 ദിവസം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അതെ. പക്ഷെ ഈ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത് എപ്പോഴും റിലേഷൻസ് ആയിരിക്കുന്ന പലപ്പോഴും നമ്മള് മറന്നുപോകും. വിട്ടുപോകും. അതാ. പക്ഷെ അത് കുറെയൊക്കെ കഴിഞ്ഞപ്പോ റിയലൈസേഷൻ വന്നു. ഇപ്പൊ ഞാൻ അധികം അങ്ങനെ ഒരു നമ്മൾ ചെയ്യേണ്ട ജോലിക്ക് അപ്പുറം എഫേർട്ട് ഇടാറില്ല. ആവശ്യത്തിനുള്ളത് മതി. നമ്മളോട് എന്താണോ പറയുന്നത് അത് ചെയ്യുക. വേണമെങ്കിൽ കുറച്ചും കൂടെ കൊടുക്കുക. അതിനപ്പുറം അതിന് മാത്രമായിട്ട് കിടന്ന് മരിക്കുന്ന ഒരു സ്വഭാവം ഇപ്പൊ എനിക്കില്ല. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ റിയലൈസേഷൻ പിന്നീടാണ് വരിക. പിന്നെ കുറെയൊക്കെ ഇതൊരു കോൺഫിഡൻസിന്റെയും കൂടെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് എത്രത്തോളം അറിവുണ്ടോ, അറിവ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നുള്ളതാണ്. അതെ. അപ്പം നമ്മുടെ കോമ്പറ്റൻസി കുറച്ചും കൂടെ നന്നാക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ബെറ്റർ പറ്റും. ആക്കാൻ പറ്റും. അതെ. താങ്ക് യു. സോറി ആൻസർ സർ, കണ്ടിന്യൂ. സോറി. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. ഇപ്പൊ റവ് സാർ Thank you. പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതേ, ഈ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെയൊക്കെ ലേഡീസൊക്കെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുമ്പോ തന്നെ അവര് കുറച്ചും കൂടെ കൂടുതൽ പണിയൊക്കെ എടുക്കുമല്ലോ. അതെ, അതെ. എന്നിട്ട് പിന്നീട് അപ്പൊ അമ്മായിമ്മ അതെല്ലാം അവർക്ക് അങ്ങോട്ട് കൊടുത്തങ്ങോട്ട് അതാ മോള് ചെയ്തോന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് അതങ്ങനെ എട്ടിന്റെ പണി വരുന്ന സൈസാണ് പറഞ്ഞത്. എന്തായാലും അതെ. സെഷൻ നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ആകെ കഷ്ടപ്പാട്. പിന്നെ ലാസ്റ്റ് അമ്മായിമ്മനെ തിരിച്ച് കുറ്റം പറയലാവും. എല്ലാ പണിയും കൊണ്ടെടുത്ത് പിന്നെ അതിൽ നിന്നൊന്ന് അപ്പൊ കരകയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെ, കരകയറ അതെ. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാനായിട്ട്. എനിക്കൊക്കെ പിന്നെ അനുഭവം
അനുഭവം ഉള്ളതാണല്ലേ? യാ. സാർ ആ, പറഞ്ഞത്. ആദ്യം അമ്മായിമ്മനെ പിന്നെ കയ്യിൽ കൊടുക്കുക, അതാണ് അമ്മായിമ്മനെ കയ്യിൽ ആ, വെക്കണം. അതാണ് ഇമ്പ്രസ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് പിന്നീട് റൌഫ് സാർ നേരത്തെ പറഞ്ഞ പോലെ ആ ചുഴിക്കകത്ത് അങ്ങ് പെട്ടുപോകും. പിന്നെ അതിൽ നിന്ന് പുറത്ത് ചാടാൻ ഇച്ചിരി പാടാ. അതെ അതെ അതെ. അപ്പൊ മാം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേ ഞാൻ മറ്റേ ഹോസ്പിറ്റലിലൊക്കെ ചെന്നിട്ട് സിംറ്റംസുകൾ വാങ്ങിക്കുമല്ലോ ഒരു അസുഖത്തിന്റെ. അതെ. അപ്പൊ എല്ലാം ഇത് നമുക്കുണ്ട്, ഇതുണ്ട്. അപ്പൊ നാലാമത്തെ കൂടെ കഴിഞ്ഞപ്പോ ചോദിച്ചാ സമാധാനായി. എല്ലാം ഉണ്ട്, എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ എല്ലാം വേണം. എന്നും മിസ്സായി തീർച്ചയായിട്ടും. കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആകെ ലൈഫ് താളം തെറ്റിയ പോലെയാവും. ഇപ്പൊ എല്ലാം നേടിയിട്ട് എനിക്കിപ്പോ ഞാൻ പറഞ്ഞപ്പോൾ ആലോചിക്കണത് ആ അനുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തിയിട്ട് അതിനൊരു പ്രശംസ കൊടുക്കണം എന്നാണ്. എന്തായാലും വളരെ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. Thank you very much for sharing. Thank you for your valuable feedback. ഗുഡ് മോർണിംഗ് സൂസൻ മാം. Good morning. നല്ല അടിപൊളി സെക്ഷൻ ആയിരുന്നു. Thank you. പറയുന്നിടത്തെല്ലാം നമ്മളെ റിലേറ്റ് ചെയ്യുമായിരുന്നു. ഇതുകൊണ്ട് ഫസ്റ്റ് ജോബ് കിട്ടിയപ്പോഴായാലും അതേപോലെ മാരേജ് കഴിഞ്ഞ് വരുമ്പോഴും നമ്മൾ പിന്നെ ഫസ്റ്റ് ഒബ്സർവ് ചെയ്യുമല്ലോ. അതെ അതെ. ഒബ്സർവ് ചെയ്തിട്ടാണ് പിന്നെ ഓരോന്നോരോന്നായിട്ട് തുടങ്ങുന്നത്. എന്നാലും എല്ലാം റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിൽ തന്നെ വരും. അത് വേറൊരു ഇത്, നമ്മൾ അങ്ങനെയുള്ള ഒരു നേച്ചറായിട്ടായിരിക്കാം. അതെ. എന്നാൽ ഇപ്പൊ ഞാൻ നോക്കി ഇങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും എടുക്കാതെ നോക്കി നിൽക്കാറാണ് പതിവ്. റാവു സാറ് പറഞ്ഞതുപോലെ ഒരു ഓൾറൗണ്ടർ ആയിട്ട് കുറച്ച് എല്ലായിടത്തും നിൽക്കും. എന്നാലും നമുക്ക് അതെ. ഫാമിലിയും ഫ്രണ്ട്സും ജോബും എല്ലാം കൂടെ ആകുമ്പോൾ എല്ലായിടത്തും എത്തുകയും വേണം. നമുക്ക് അതെ. ടൈം തികയാത്ത പോലെ തോന്നും. ഇതിന് മുമ്പെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങളായിരുന്നു ഇല്ലെങ്കിൽ കുറച്ച് മാറ്റി വെക്കുന്നത്. ഇപ്പം പിന്നെ സെൽഫ് ലവ് ഒക്കെ നമുക്കും പഠിച്ച് എന്താന്നൊക്കെയുള്ള അറിയാവുന്നതുകൊണ്ട് നമ്മൾ അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് എല്ലായിടത്തും എത്തുന്നുണ്ടെന്നാണ്, ബാലൻസ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും വെരി നല്ലൊരു ഗുഡ്. ഇതായിരുന്നു. ആ വെരി ഗുഡ്. ഓ അതാ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളത് കേട്ടതിൽ വലിയ സന്തോഷം. നല്ല കാര്യല്ലേ? ആണ് മാം. പക്ഷെ നമ്മൾ ഓടിയെത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ റെസ്റ്റ് ഇല്ലാതെ വരും. അല്ല, ദാറ്റ്സ് ഓക്കെ. കാരണം ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. നമ്മളാരും പെർഫെക്റ്റ് അല്ലല്ലോ. പക്ഷെ ആ ഒരു റിയലൈസേഷൻ കിട്ടുമ്പോഴും അവയർനെസ് അതെ കിട്ടുമ്പോഴും അതിനെ ആക്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ അതെ ഇമ്പോർട്ടൻസ്. അതെ 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 അതെ. ഇപ്പം പേരൻസ് ഒക്കെ പറയുമ്പോഴാകുമ്പോഴേ നമ്മൾ വിചാരിക്കും, ഓ അവരല്ലേ നമുക്ക് കൂടുതൽ കൺസേൺ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു തോട്ട്സ് നമുക്ക് വരും. അതെ. അവരാണ് ഇമ്പോർട്ടന്റ് എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഞാൻ മാറ്റി വെച്ചാലും പെട്ടെന്ന് തന്നെ അതൊക്കെ ചെയ്തു കൊടുക്കും, ടൈം ഒക്കെ അവൈലബിൾ ആവുന്നതനുസരിച്ച്. അതാ 4 ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. വെരി ഗുഡ്. അതെ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അല്ല, ഒരു കാര്യം കൂടെ, വീട്ടിലെ ജോലികൾ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോഴേ അയൽവാസികളുമായിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടാവണം, നല്ലതായിരിക്കും. കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അതും ഇമ്പോർട്ടന്റ് ആണല്ലേ? നമ്മളെ അയൽവാസികളെ കാണുന്നത് സൺഡേ എങ്ങാനും മാത്രമേ ഉള്ളൂ. രാവിലെ ജോബ് ആയതുകൊണ്ട് പെട്ടെന്ന് പോവും, വൈകിട്ട് തിരിച്ചു ഓട്ടമാണ്. വരും. അതെ ഓട്ടമാണ്. പിന്നെ നമുക്ക് വീട്ടിലുള്ളവരുടെ എല്ലാം നോക്കണ്ടേ. അതാ. അല്ല, എല്ലാ ബന്ധങ്ങളും വേണം. നമ്മുടെ ഫാമിലി അതെ ബന്ധം അതെ മാത്രമല്ലല്ലോ, അടുത്തുള്ളവരും. അതെ ഈ പുറത്തൊക്കെ താമസിക്കുമ്പോഴേ, നമ്മള് പുറത്തൊക്കെ പോയി ജീവിക്കുമ്പം ഒരു ആ ഫ്ലാറ്റില് എത്രയോ പേര് കാണും. അതിപ്പോ എനിക്ക് തോന്നുന്നു ഈ നാട്ടിലും ഇതൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കുറെയൊക്കെ. കാരണം തൊട്ടപ്പുറത്തെ വോളിൽ ആരാ ജീവിക്കുന്നതെന്ന് ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. അല്ലെങ്കിൽ അവരോട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാറില്ല. നല്ല ബോണ്ടിങ്ങും അറ്റാച്ച്മെന്റും ഒക്കെ നമുക്ക് എല്ലാവരുമായിട്ട് ബോണ്ടിങ്ങും അറ്റാച്ച്മെന്റും വേണമെന്നല്ല. പക്ഷെ ആവശ്യത്തിന് നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ തീർച്ചയായിട്ടും ആളുകൾ ഉണ്ടാവണം. അത് ആവശ്യം തന്നെയാണ്. മാം ഇത് പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ കോയമ്പത്തൂർ ഹസ്ബൻഡ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഫ്ലാറ്റ് ഫുൾ എടുത്തിരിക്കുന്ന മലയാളികളാണ്. അവര് നമ്മളൊരു പുതിയ നൈബർ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എല്ലാരും വരും നമ്മളെ പരിചയപ്പെടാനും മിങ്കിൾ ചെയ്യാനും. അതുകൊണ്ട് അതാ. സെലിബ്രേഷൻസ് ഒക്കെ എല്ലാരും കൂടെ. സത്യം പറഞ്ഞാൽ മലയാളികൾ തമ്മിൽ ഇത്രയും ഒരു ബോണ്ടിങ് ഉണ്ട്, ഇത്രയും ഒരു സ്നേഹം ഉണ്ടെന്നൊക്കെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ അത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് പോയി കഴിയുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് കേട്ടോ. പുറത്ത് അവിടെ അതെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പം, അതായത് ഒരു അസോസിയേഷൻ ഉണ്ട്. ആ അസോസിയേഷനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനും അതിനുവേണ്ട ഓരോ കാര്യങ്ങൾ, ഇപ്പം ഓണസദ്യയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇത് എന്ത് ബുദ്ധിമുട്ടിയാണെന്നറിയാമോ എല്ലാവരും പ്രയത്നിക്കുന്നത്. നാട്ടിലെ പോലെ അല്ലല്ലോ, എല്ലാം ഈസി ആയിട്ട് കിട്ടില്ല. അപ്പൊ അതെ ഓരോരുത്തർ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. അപ്പൊ അങ്ങനെ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഓരോരുത്തർക്കും അതിന്റെ ബെനിഫിറ്റ് ഉണ്ട് തീർച്ചയായിട്ടും. അതെ.
അതും സെലിബ്രേഷൻസ് ഒക്കെ ഒരുമിച്ച് കൂടാനൊരു നമ്മൾ ഫാമിലി ആയിട്ട് വേറെ സെലിബ്രേറ്റ് ചെയ്യും, എന്നാലും ഒന്നിച്ചൊന്ന് കൂടണം, അതെ എല്ലാരും ഒരുമിച്ച് നിക്കണോന്നുള്ളത് ഭയങ്കര, അവരതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാ. യെസ്. പക്ഷെ നമ്മൾ കേരളത്തിലോട്ട് മാറുമ്പോ അവസ്ഥ കുറച്ച് മാറുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ കണ്ടുവരുന്നുണ്ടല്ലേ. അതെ അതെ അതെ. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ എനിക്കൊന്നും വീണ്ടും മാറുന്നുണ്ടെന്ന് തോന്നുന്നു മാം. മറ്റേത് ഫാമിലി, അതെ ഒരു വലിയ ഫാമിലി ആകുമ്പോൾ നമ്മൾ ഫാമിലിക്കുള്ളിലായിരുന്നു. ഇപ്പം അതെ ഫാമിലി പലയിടത്തായിട്ട് നമ്മളിങ്ങനെ മാറുമ്പോൾ വീണ്ടും നൈബേഴ്സും ഫ്രണ്ട്സും ഒക്കെ മാം പറഞ്ഞതുപോലെ അതെ ഇമ്പോർട്ടൻസ് വീണ്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതെ അതെ. താങ്ക് യു സോ മച്ച് മാം. You're welcome. Thank you. ബിജു കെ മാത്യുവിന് എന്ത് പറ്റി? ഡ്രൈവിംഗ് വല്ലതും ആണ്? സാധാരണ കേറുമ്പം വീഡിയോയിൽ വരാറുള്ളതാ, എന്നിപ്പം മറഞ്ഞു പോയല്ലോ, അനക്കമേ ഇല്ലല്ലോ. ഡ്രൈവിംഗിലാണോ? ബസ്സിലാണ്. ഓ ഓക്കെ ഓക്കെ. യെസ്. വെൽ, ഹാവ് എ സേഫ് ജേർണി wherever you're traveling. ഓക്കെ. അൻസാർ സാറ് മറ്റേ അമ്മായിയമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ആ ചന്ദനമഴ എന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ടല്ലോ മുമ്പത്തെ. ആ അപ്പൊ കുറച്ച് ദിവസമായിട്ട് അതിന്റെ കുറെ ട്രോളുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇന്നലെ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടതാണ്, ഈ ഇവരൊരു മത്സരം നടത്തിയിട്ട് ആരാ നന്നായിട്ട് കുക്ക് ചെയ്യാന്ന് നോക്കും. ഉം. അങ്ങനെ അമൃതയാണ് നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ഊർമിള എന്ന് പറയുന്ന ക്യാരക്ടർ പറയും അമ്മായിയമ്മ, ഇനി മുതൽ ഇവിടുത്തെ എല്ലാ കുക്കിങ്ങും അമൃത ഏറ്റെടുത്താൽ മതിയെന്ന്. അപ്പൊ അവര് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കണ്ടൊരു കമന്റ് ആണ്, എടി പൊട്ടി അമൃത, നിന്നെ ജോലികളെല്ലാം ഏൽപ്പിക്കാണ് ചെയ്യുന്നത്, അല്ലാതെ നിന്നെ എന്താ പറയാ അപ്രീഷിയേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. ആ വീട്ടിലെ ജോലിയെല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്, അത് നിനക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതാണ് പലപ്പോഴും അങ്ങനെ നമ്മളത് മനസ്സിലാക്കാറില്ല. അതെ അതെ, എല്ലാം കൂടെ നമ്മുടെ തലയിലോട്ട് വരും. അത് എല്ലാം കൂടെ നിന്റെ തലയിൽ ഇടുന്നതാണ്, അത് നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അതാ. ജോബിന്റെ പറയുമ്പോ നമുക്ക് പഞ്ചാബി ഹൗസ് ഓർമ്മ വരുന്ന, ഹരിശ്രീ അശോകന്റെ ഷൂസ് പോളിഷ് ചെയ്യാൻ കൊടുക്കും. എനിക്കറിയില്ല, അവന് നന്നായി അറിയാം. അന്നേരം എല്ലാം കൂടി വാരിയിട്ടിട്ട് പറയും, ഇത് നീ ചെയ്ത് പഠിക്ക്, പുതിയത് വീണ്ടും തരാമെന്ന്. അതാ. അതെ അതെ. റാവു സാർ ഈ സ്റ്റോറി പറഞ്ഞപ്പോ എനിക്ക് അത് ഓർമ്മ വന്നത്, പഞ്ചാബി ഹൗസ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജസ് കിട്ടാറുണ്ട് തീർച്ചയായിട്ടും, അല്ലേ? അതാ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ആണോ? പിന്നെ സാരമില്ല, റെക്കോർഡ് കാണാം. അതെ അതെ, ഫീഡ്ബാക്കുകളൊക്കെ കേട്ടപ്പോ ഫുൾ റിലേറ്റഡ് ആയിരുന്നു. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു കേട്ടെടുത്തോളം. പിന്നെ ഇപ്പൊ ഈ പഞ്ചാബി ഹൗസ് ഞാൻ പറയാനിങ്ങനെ തുടങ്ങായിരുന്നു, അപ്പോഴാണ് ആദ്യം പറഞ്ഞത്. അതെ അതെ. എന്തായാലും ബാലൻസിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെ. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മതി എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മളിതൊക്കെ തിരിച്ചറിയുന്നത് നമുക്ക് കുറെ എക്സ്പീരിയൻസ് വന്ന്, ഇപ്പൊ നേരത്തെ അതാ പറഞ്ഞ പോലെ ഒരു വീട്ടിലെല്ലാ ഭാരങ്ങളും ഏറ്റെടുത്ത് അവസാനം നമ്മളെ കൊണ്ട് പറ്റാതാവുമ്പോഴാണ് നമുക്ക് നമ്മളെ കയ്യിൽ നിൽക്കുന്നതിനെക്കാട്ടിലും വലിയ റെസ്പോൺസിബിലിറ്റി വരുമ്പോഴായിരിക്കും നമ്മൾക്ക് പറ്റൂല എന്ന് തിരിച്ചറിയുന്നുണ്ടാവുക. അതാ 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 പ്രശ്നങ്ങളായിട്ടുണ്ടാവും അതാ നമ്മൾ. അനുഭവം കൂടെ പഠിക്കും, അല്ലേ? അതെ അതെ അതെ, അനുഭവങ്ങള് കുറെ അങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കും ഇതൊക്കെ ബാലൻസ് ചെയ്യാനും എത്രത്തോളം നമ്മൾ എടുക്കണമെന്നും ഒക്കെ പഠിക്കുക ശരിക്കും. അതാ, ഞാൻ എന്തൊരു മണ്ടത്തരാ കാണിച്ചതെന്ന് അപ്പോഴാണ് തിരിച്ചറിവ് വരുന്നത്. ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനായിട്ട് പ്രത്യേകിച്ച് കുറെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം അത് തന്നെയായിരിക്കും. അതാ ഇത് ഫസ്റ്റ് നമ്മള് എല്ലാം കൂടെ ഏറ്റെടുക്കും. അവിടെ അവര് വിചാരിക്കുന്നതെന്ന് പറഞ്ഞാല് ചിലതൊക്കെ അങ്ങനെ ആവാറുണ്ട്. അപ്പോ പിന്നീട് നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോ അവിടെ പ്രശ്നങ്ങൾ വരുന്നതാണ്. അപ്പൊ നമ്മള് പതുക്കെ പതുക്കെ ആരും തുടങ്ങാറില്ല. പതുക്കെ പതുക്കെ പറ്റുന്നതല്ല ചെയ്യാറ്. ഫസ്റ്റ് തന്നെ എല്ലാം കൂടെ അങ്ങ് എടുക്കലാണ്. അതെ, ആൻഡ് ദേ എൻജോയ് ദാറ്റ്. കാരണം അവർക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കണ്ടല്ലോ, ഒരാൾ തന്നെ ചെയ്തുകൊണ്ട് അങ്ങ് പൊക്കോളും. അത് ശരിക്കും അത് വളരെ ട്രൂ ആണ്. നമ്മൾ ആദ്യമേ ഇങ്ങനെ ഇതൊന്നും ഡെലിഗേറ്റ് ചെയ്യാനോ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാനോ, നമുക്ക് വിട്ടുകൊടുക്കുന്നതിന്റെ മാത്രമല്ല, ഞാൻ തന്നെ അങ്ങ് ചെയ്യാന്നുള്ള രീതിയിൽ എല്ലാം ചെയ്തു പോകും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ടയേർഡ് ആകുമ്പോഴാണ് ചിന്തിക്കുന്നത്, അയ്യോ ഇത് ആരെങ്കിലും ഒക്കെ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ. പക്ഷെ അപ്പൊ അത് അന്നേരം ഇത്രയും നാള് നിങ്ങൾ ചെയ്തു, ഇനി എന്നെ ഇത്ര വലിയ വിശേഷത എന്താന്ന് അവരെ ചിന്തിക്കും.
അതെ അതെ അത് അങ്ങനെ ഒരു പഠിച്ചു വന്ന ശീലായിരിക്കും ചിലപ്പോ നമ്മൾ അങ്ങനെ ആയിരിക്കും പറഞ്ഞു വിടണുണ്ടാവുക അങ്ങനെയൊക്കെ എന്നുള്ളത്. പക്ഷെ അതെ നമ്മുടെ ആ ഒരു പ്രായത്തിനനുസരിച്ചിട്ടും പിന്നെ കുറച്ചുകൂടെ ആവുമ്പോ നമ്മള് കുറച്ച് ക്ഷീണം വരുമല്ലോ, അപ്പൊ നമുക്ക് തോന്നും അതെ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലാന്ന്. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അവിടെ അതപ്പൊ തിരിച്ചറിവ് പുറകിലായി പോകും. അതാണ് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ പിന്നെ അവിടെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മള് കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതെ അതെ അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇന്നതാണെന്ന് പറയാനും നമ്മൾക്ക് പറ്റുന്നുമില്ല, അത് അതെ ചെയ്യുന്നുമില്ല. അതെ നേരെ അതെ സ്റ്റോപ്പ് ചെയ്യും നമുക്ക് അതെ പറ്റാത്ത കാര്യങ്ങള്. അവിടെ നിന്ന് അതെ പ്രശ്നമില്ല. അതെ എന്തായാലും താങ്ക് യു സോ മച്ച്. യു വെൽക്കം. താങ്ക് യു. അപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു കാണും. ഇനി ബാക്കി ഗ്രൂപ്പിലൊക്കെ ഇട്ടാൽ മതി ഫീഡ്ബാക്ക് അല്ലേ? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ മാം? അതെ അതെ തീർച്ചയായിട്ടും. സോ ഹാവ് എ ഗുഡ് ഡേ എവരിബഡി. എല്ലാവർക്കും നമ്മുടെയൊക്കെ എല്ലാവരുടെ ഡ്രൈവ്സ് 4 വേണം, ഒന്നിനെയും വിട്ട് കളയല്. പക്ഷെ 4 ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ആ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഏത് ഏരിയയിലാണ് നെഗ്ലക്റ്റ് ആയി പോയേക്കുന്നത്, ഏത് ഏരിയയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോയേക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തയൊക്കെ നമുക്ക് വേണം, തിരിച്ചറിവ് വേണം. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു ഹാവ് എ ഗുഡ് all. ഡേ.